പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലളിതാ സഹസ്രനാമം ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മൾ 7ാമത്തെ ശ്ലോകം അല്ലെങ്കിൽ 19ാമത്തെയും 20ാമത്തെയും ദേവീനാമങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ദേവിയുടെ മൂക്കിനെയും മൂക്കുത്തിയെയൊക്കെയാണ് വർണ്ണിക്കുന്നത്. ദേവിയുടെ അതിമനോഹരമായ മൂക്കുത്തി എപ്രകാരമാണ്, മൂക്ക് എപ്രകാരമാണ് എന്നൊക്കെയാണ് വർണ്ണിക്കുന്നത്. ആദ്യം നമുക്ക് ശ്ലോകം പരിചയപ്പെടാം. ശ്ലോകം ഇപ്രകാരമാണ്: നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത താരാ കാന്തി തിരസ്കാരി നാസാഭരണ ബാസുര. ഇനി നമുക്ക് അർത്ഥം വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഇതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറയുന്നതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. നവചമ്പക പുഷ്പാഭ. ആഭ എന്നാൽ എന്താണ്? നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. സഹസ്രനാമത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ആഭ. ആഭ എന്നാൽ ശോഭ എന്നാണ് അർത്ഥം. നവചമ്പക പുഷ്പാഭ. ചമ്പകപുഷ്പം, ചമ്പകപുഷ്പം എന്ന് പറഞ്ഞാൽ ചെമ്പകപ്പൂ തന്നെ. നവചമ്പക പുഷ്പാഭ. നവം എന്നാൽ എന്താണ്? പുതിയ എന്നാണ് അർത്ഥം. നവചമ്പക പുഷ്പാഭ, പുതിയ ചെമ്പകപ്പൂവിൻ്റെ ശോഭ. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. നാസാദണ്ഡം എന്താണ്? മൂക്കിൻ്റെ, നാസിക എന്ന് പറഞ്ഞാൽ മൂക്ക് എന്നാണല്ലോ അർത്ഥം. ദണ്ഡം, ദണ്ഡം എന്നാൽ പാലം, മൂക്കിൻ്റെ പാലത്തെയാണ് നാസാദണ്ഡം എന്ന് പറയുന്നത്. നാസാദണ്ഡ വിരാജിത. വിരാജിത എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. ദേവിയുടെ മൂക്കിൻ്റെ ആ ഒരു ആകൃതിയെ, മൂക്കിൻ്റെ ആ പാലം എടുത്തു കാണുന്ന ആ ഭാഗത്തിനെയാണ് പറയുന്നത്. എന്തിനെ വെച്ചാണ് ഉപമിക്കുന്നത്? പുതുതായി വിടർന്ന ചെമ്പകപ്പൂവിനോടാണ് ഉപമിക്കുന്നത്. അതായത് ഒരു വളവും തിരിവും ഒന്നുമില്ലാത്ത നാസികയാണ് ദേവിക്കുള്ളത്. നാസാദണ്ഡമാണ് ദേവിക്കുള്ളത്. മൂക്കിൻ്റെ പാലം, ദേവിയുടെ മൂക്കിൻ്റെ പാലം എന്ന് പറയുന്നത് ഒരു വളവോ തിരിവോ ഒന്നുമില്ലാത്ത നല്ല വ്യക്തമായ ആകൃതിയോട് കൂടിയ മൂക്കാണ് ദേവിക്കുള്ളത്. അങ്ങനെയുള്ള മൂക്ക് സാധാരണ മനുഷ്യർക്കൊന്നും ഉണ്ടാവില്ല. സാധാരണ മനുഷ്യർക്ക് മൂക്കിന് ചെറിയ വളവും തിരിവും ഷേപ്പിലൊക്കെ ചെറിയ വ്യത്യാസവും ഒക്കെ ഉണ്ടാവും. എന്നാൽ ദേവിക്ക് എങ്ങനെയുള്ള മൂക്കാണ്? അത്രയും നിവർന്ന നല്ല ആകൃതിയോട് കൂടിയ പുതുതായി വിടർന്ന ചെമ്പകപ്പൂവിൻ്റെ ആ ഒരു ആകൃതിയിലുള്ള നീണ്ട മൂക്കിൻ്റെ പാലമാണ് ദേവിക്കുള്ളത്. സൗന്ദര്യ വർണ്ണനയുടെ അതിപ്രസരണം, സൗന്ദര്യത്തിൻ്റെ അതിപ്രസരണമാണ് ഈ വർണ്ണനയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇത്രയ്ക്ക് മനോഹരമായ നീണ്ട മൂക്കോടു കൂടിയ ദേവിയുടെ മൂക്കിലുള്ള മൂക്കുത്തിയെയാണ് അടുത്ത വരിയിലായിട്ട് വർണ്ണിക്കുന്നത്. നമുക്ക് നോക്കാം മൂക്കുത്തിയെ എങ്ങനെയാണ് വർണ്ണിക്കുന്നതെന്ന്. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ബാസുര. താരാകാന്തി തിരസ്കാരി. താര എന്നാൽ എന്താണ്? നക്ഷത്രം. കാന്തി എന്നാൽ എന്താണ്? ശോഭ. നക്ഷത്രത്തിൻ്റെ ശോഭ, നക്ഷത്ര ശോഭ എന്ന് താരാകാന്തി എന്നതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാം. തിരസ്കാരി. തിരസ്കാരി എന്ന് പറഞ്ഞാൽ എന്താണ്? തിരസ്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ കടത്തിവെട്ടുന്ന. അപ്പോൾ കൂട്ടി വായിക്കുകയാണെങ്കിലോ, താരാകാന്തി തിരസ്കാരി, നക്ഷത്ര ശോഭയെ കടത്തിവെട്ടുന്ന. എന്താണ് നക്ഷത്ര ശോഭയെ കടത്തിവെട്ടുന്നത്? താരാകാന്തി തിരസ്കാരി നാസാഭരണ ബാസുര. നാസികയിലെ നാസാഭരണം. നാസിക എന്നാൽ മൂക്ക്, മൂക്കിലെ ആഭരണം. മൂക്കിലെ ആഭരണം എന്താണ്? മൂക്കുത്തി. മൂക്കുത്തിയാണല്ലോ മൂക്കിൽ ആഭരണമായിട്ട് ധരിക്കുക. നാസാഭരണ ബാസുര. ബാസുര എന്നാൽ ശോഭിക്കുന്ന എന്നാണ് അർത്ഥം. അപ്പോൾ മൂക്കുത്തി നക്ഷത്ര ശോഭയെ, നക്ഷത്രങ്ങളുടെ ശോഭയെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള മൂക്കുത്തിയാണ്. അത്രയും പ്രകാശിക്കുന്ന ഭംഗിയുള്ള മൂക്കുത്തിയാണ് ദേവിക്കുള്ളത്. ആ ഭംഗിയാർന്ന മൂക്കിൻ്റെ മുകളിലായിട്ട് നക്ഷത്ര ശോഭയെയും കടത്തിവെട്ടുന്ന രീതിയിലുള്ള മൂക്കുത്തി അണിഞ്ഞവളാണ് ദേവി
എന്നതാണ് ഈ വരിയുടെ അർത്ഥമായിട്ട് എടുക്കേണ്ടത്. ഇത് 20ാമത്തെ ദേവീനാമമാണ് താരാകാന്തി തിരസ്കാരി നാസാഭരണ ബാസുര എന്നത്. 19ാമത്തേതാണ് നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. അർത്ഥം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ശ്ലോകം പറയാം. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ബാസുര. എളുപ്പല്ലേ പഠിക്കാൻ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊല്ലുന്നത് നിങ്ങളെ ഓർമ്മയിൽ നിൽക്കാനാണ്. നമ്മൾ കേൾക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഓർമ്മ ഉണ്ടാവും. ഇതിൻ്റെ കൂടെ നിത്യേന നിങ്ങൾ ചൊല്ലുകയോ അല്ലെങ്കിൽ ശ്ലോകം മുഴുവനായിട്ട് കേട്ട് പഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം കാണാതെ ചൊല്ലാൻ പറ്റും. കാണാതെ ചൊല്ലുന്നതിനോടൊപ്പം ഇങ്ങനെയുള്ള ആരുടെ ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാം. ക്ലാസ്സിലൂടെ നിങ്ങൾ ആ നല്ല രീതിയിലുള്ള അർത്ഥം, യഥാർത്ഥ അർത്ഥം പഠിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അത്യുത്തമമാണ്. കാരണം ഈ ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം നമ്മൾ ഉൾക്കൊണ്ട് പഠിക്കുമ്പോൾ അതിനുള്ളിലെ ഊർജത്തിൽ വ്യത്യാസമുണ്ട്. ചൊല്ലുമ്പം തന്നെ ഒരു ഊർജം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പം, അർത്ഥം മനസ്സിൽ വെക്കുന്ന സമയത്ത് ദേവിയുടെ ഓരോ വർണ്ണന, ഓരോ അംഗങ്ങളുടെയോ അല്ലെങ്കിൽ ഓരോ ശരീരഭാഗത്തിൻ്റെ വർണ്ണന എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിൽ ഏകദേശം അർത്ഥമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഊർജം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു തീർക്കുക. പ്ലേലിസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരേ സമയത്ത് ചൊല്ലുകയാണെങ്കിൽ അത്യുത്തമമാണ്. രാവിലെയോ വൈകുന്നേരമോ ഒക്കെ നിങ്ങൾക്ക് ചൊല്ലാം. രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമവും ചൊല്ലുന്നതാണ് ഒരു നല്ലൊരു രീതി എന്നൊക്കെയാണ് ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചൊല്ലാം. നമ്മുടെ അമ്മയല്ലേ, അമ്മ എല്ലാവരോടും കൃപാകടാക്ഷമുള്ളവരായിരിക്കും ദേവി. അതുകൊണ്ട് തന്നെ നമ്മൾ സമയത്തിന് ചൊല്ലിയില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലി എന്നത് കൊണ്ടൊന്നും ദേവി നമ്മളോട് കോപിക്കാനോ ദേവി നമ്മളെ ഉപദ്രവിക്കാനോ ഒന്നും പോകണില്ല. അമ്മയെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഒക്കെ ചെയ്യാം. അതുകൊണ്ട് അതിലൊന്നും ആരും പേടിക്കൊന്നും വേണ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേവിയുടെ കണ്ണുകളെയും പുരികത്തെയുമാണ് പഠിച്ചത്. പുരികം എപ്രകാരമാണ് ദേവിയുടെ പുരികങ്ങളുള്ളത്, അതുപോലെ ദേവിയുടെ കണ്ണ് എപ്രകാരമാണുള്ളത് എന്നൊക്കെയാണ് പഠിച്ചത്. അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലായിട്ട് നമ്മൾ ദേവിയുടെ നെറ്റിത്തടത്തിൻ്റെ വർണ്ണനയും നെറ്റിത്തടത്തിലെ പൊട്ട് എപ്രകാരമുള്ളതാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേവിയുടെ ചെവിയെ വർണ്ണിക്കുന്നതാണ്. ദേവിയുടെ ചെവിയിലുള്ള ആഭരണങ്ങളൊക്കെ എപ്രകാരമുള്ളതാണ് എന്നൊക്കെയാണ് അടുത്ത ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരിലും ദേവി കൃപാ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്.